ജനാധിപത്യധ്വംസനത്തിന്റെയും മതേതരത്വത്തെയും മറ്റെല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും തകർക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദർഗിൽ നടന്ന മലയാളികളായ 2 കന്യാസ്ത്രീകൾ റവറൻ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും റവറൻ സിസ്റ്റർ പ്രീതി മേരിയും ഇന്ന് കൊടും കുറ്റവാളികളോടൊപ്പം ജയിലിൽ തറയിൽ കിടന്നുറങ്ങുന്ന ദുരന്തത്തിലേക്ക് ദുര്യോഗത്തിലേക്ക് നയിച്ചത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെല്ലാം വലിയ ആഘോഷപൂർവ്വം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ഉറപ്പ്. എന്തായിരുന്നു ആ ഉറപ്പ്? ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല, പ്രോസിക്യൂഷൻ എതിർക്കില്ല, ജാമ്യം കിട്ടാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും, കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായി ആലോചിച്ച് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. പിശക് തിരുത്താൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വാർത്തയായിരുന്നു ആശ്വാസത്തോടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുന്ന, ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നു. ആ പുറത്തു വന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് കാണുകയാണ്. ഞാനതൊന്ന് വായിക്കാം. അമിത്ഷായുടെ ഉറപ്പ് പാഴായി, ജാമ്യം നൽകുന്നതിന് എതിർപ്പുമായി പ്രോസിക്യൂഷൻ, ജാമ്യം നിഷേധിച്ച NIA കോടതി. ഞാനിത് പറയാൻ കാര്യം, എന്താണോ BJP കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി, കഴിഞ്ഞ 10 വർഷത്തിൽ അധികമായി 11 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിരാത ഭരണം, കാടൻ നീതി, ന്യൂനപക്ഷ വേട്ട, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉറപ്പിന് വിരുദ്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ. അതാണ് ഞാൻ ഈ വാർത്ത ഇവിടെ വായിക്കാനായിട്ട് ഇടയായത്. എന്താണ് BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ട? ആ ന്യൂനപക്ഷ വേട്ടയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ലോപ്പസ് മാത്യു സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിചാരധാര എന്ന RSSന്റെ പ്രാമാണിക ഗ്രന്ഥത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സർക്കാർ ശത്രുക്കളായി സവർക്കർ വിശേഷിപ്പിച്ച 3 വിഭാഗം ആളുകളുണ്ട്. 1 രാജ്യത്തെ മുസ്ലിങ്ങൾ, 2 രാജ്യത്തെ ക്രൈസ്തവർ, 3 രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ പ്രാമാണിക ഗ്രന്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ആ വാക്യങ്ങൾ അണുവിട വെള്ളം ചേർക്കാതെ വ്യതിചലിക്കാതെ ഇന്ന് കേന്ദ്ര സർക്കാരും സംഘപരിവാറും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നാം വീണ്ടും പോരാട്ടത്തിന്റെ വലിയ പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ ജനരോഷം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP സർക്കാരിന്റെ, ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ ന്യൂനപക്ഷങ്ങളോട് ഉള്ള അക്രമപരമായ നിയമവിരുദ്ധമായ കന്യാസ്ത്രീകളെ അനാവശ്യമായി തുറങ്കലിലടിച്ച നടപടികൾക്കെതിരെ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡല കമ്മിറ്റി ഇന്നിവിടെ ധർണാ സമരം നടത്തുകയാണ്. കഴിഞ്ഞ 6-7 ദിവസമായി കേരളവും ഒരു പരിധിവരെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും വലിയ ഒരു
പ്രതിഷേധത്തിലാണ്, മനപ്രയാസത്തിലാണ്, സങ്കടത്തിലാണ് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. കേരളത്തിലെമ്പാടും ഏതാണ്ട് BJP ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനുണ്ടായ ഏറ്റവും ഹീനമായ, യാതൊരു നീതീകരണമില്ലാത്ത, യാതൊരു നിയമ പരിരക്ഷയുമില്ലാത്ത പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയെയും അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും പറഞ്ഞ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കൾ, നമ്പർ 1 ശത്രു മുസ്ലിംസ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികള്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാര്. ഇത് താത്വികമായി അവര് ആ വിചാരധാരയിൽ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നതല്ല എന്ന് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ആ അജണ്ട അവര് അത് ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാ തലത്തിലും എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയാണ്. അവരെ കൊന്ന് തള്ളുകയാണ്. അവരുടെ പാർപ്പിടങ്ങൾ നശിപ്പിക്കുകയാണ്. അവരുടെ ജീവനോപാധികൾ നശിപ്പിക്കുകയാണ്. അത് ഏറ്റവും കൂടുതലായി ഈ രാജ്യത്ത് നമ്മൾ കാണുന്ന മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ്. അന്നത്തെ ഗാസിയാബാദിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനത്തും നമ്മൾ ആ വിരോധം കാണുകയാണ്.